വാക്ക് കേൾക്കാത്തവന് ഭയം വരും. ആ ഭയം ദോഷം കൊണ്ടുവരും. എത്ര വില കൊടുത്തേണം, എത്ര ഹഡിൽസ് ജയിച്ചെങ്കിലും നീ ദൈവശബ്ദം, ആത്മാവിൽ നിറഞ്ഞുള്ള ദൈവശബ്ദം. ഇനിയിപ്പോൾ പള്ളികളിൽ ഇലക്ഷൻ വരാൻ പോകുന്നു, ഭയങ്കര ശബ്ദമായിരിക്കും. ആ ശബ്ദമല്ലടോ ദൈവശബ്ദം. അതല്ല. എൻ്റെ പാർട്ടി ജയിക്കാൻ ഭയങ്കര ശബ്ദമായി, ഭയങ്കര വചനഘോഷമായി, അതല്ലടോ, അതല്ല. ഈ ശബ്ദത്തിൽ ആത്മനിറവുണ്ട്. എനിക്ക് ഇവിടെ തോറ്റാൽ മതി, അവിടെ ജയിച്ചാൽ മതി. ആമേൻ, ഹല്ലേലൂയ. വചനമില്ലാത്തവനിൽ ദോഷം വരും. രണ്ടാമത് മത്തായി സുവിശേഷം 14:29 വെള്ളത്തിന്മേൽ നടക്കുവാൻ കഴിവുള്ളവൻ ഒരേ ഒരുവൻ. അത് യോബ് എഴുതുന്ന 9:8. He alone treadeth over the waves of the sea. ആ ഊന്നൽ മലയാളത്തിലില്ല, തമിഴിലുണ്ട്. അവർ മട്ടും തിറൈമലകളിൻ മേൽ നടക്கிறார். ആ മട്ടും, അലോൺ മാത്രം മലയാളത്തിലില്ല. അവൻ മാത്രം തിറമാലകളിൻ മേൽ നടക്കുന്നു. യേശു മാത്രം, യേശു നടന്ന്. പീറ്റർ സൈറ്റ്, മാസ്റ്റർ, could you help me? I also to walk. എന്നെ കൂടെ നടക്കാനുള്ള ഒരു ഉപകാരം ചെയ്യണമേ. നടന്ന്. God permitted, Peter walked. Jesus permitted, Jesus walked on the water. അല്പം നടന്ന് യേശുവിൻ്റെ മുഖത്തിൽ പതിഞ്ഞിരുന്ന പത്രോസിന്റെ കണ്ണുകൾ അല്പം നടന്നപ്പോൾ പ്രതികൂലം കണ്ണുകൾ യേശുവിൻ്റെ മുഖത്തിൽ നിന്ന് മാറ്റി പ്രതികൂലത്തെ നോക്കിയപ്പോൾ മുങ്ങി. ആമേൻ. സദാ നിന്റെ ശരീരത്തിൽ ജീവനുള്ള, എപ്പോഴും സദാ ഈ പ്രാണനാഥനെ തന്നെ നോക്കിക്കൊണ്ടിരിക്ക. നിനക്ക് ദോഷം വരികയേയില്ല. എപ്പോ കണ്ണുകൾ എടുത്ത് മാറ്റി പ്രതികൂലത്തിൽ വയ്ക്കുന്നുവോ ദോഷം നിന്നെ പിടിച്ച് താറുമാറാക്കും. ആമേൻ, ഹല്ലേലൂയ. വിട്ടുവിലകൾ. കോവിഡ് അല്ല, അവൻ്റെ അപ്പൻ വന്നാലും ഇതിനെ നീ വിടരുത്. ഇപ്പോൾ ആരാധനയിൽ ഇങ്ങോട്ടൊരു ഫ്ലോ വരുന്നത് ആരെന്നറിയാമോ? പണ്ട് വന്ന് മിറക്കിൾ സ്പഷ്ടമായി അനുഭവിച്ച് ആർക്കും ഒരു പ്രയോജനമില്ലാതെ മുങ്ങി അതിപ്പോൾ പൊങ്ങുന്നത് 10 ഇരട്ടിയായി. പണ്ട് 18-ാം വയസ്സിൽ എൻ്റെ ഒരു മീറ്റിങ്ങിൽ മുഴ പോയി, വയറിൽ മുങ്ങി, ഇതുവരെ മുങ്ങിയിരുന്നു. ഇപ്പോൾ അവർക്ക് 18 വയസ്സിൽ കുട്ടിയുണ്ട്. എത്ര വർഷം മുങ്ങി, ഇപ്പോൾ വന്നത് അതേ സ്ഥലത്ത് ക്യാൻസറുമായി. ഒട്ടും വ്യത്യാസം, അതേ സ്ഥലത്ത് ക്യാൻസറുമായി. നിന്നെ വിടത്തില്ല, അവിടെ കൊണ്ട് എത്തിക്കുന്നത് വരെ കർത്താവ് വിടത്തില്ല. മനസ്സിലായോ? ചിലർക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തത് കൊണ്ടല്ല, നടിക്കുന്നു. പലരും നടിക്കുന്നു ഇതിൻ്റെ അകത്തിരുന്ന്. ഒരു പേ വിട്ടു പോയ ഒരു യുവതി ഓടിക്കളഞ്ഞു. ഇപ്പം 7 പേയുമായിട്ട് വന്ന് നിൽക്കുന്ന 7 പേ. അത് ബൈബിളിലുണ്ട്. എല്ലാം ബൈബിളിൽ ഇല്ലാത്തത് ഒന്നും നിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാറില്ല. വിട്ടു വിലകരുത്, നിലനിൽക്കണം. പത്രോസ് കണ്ണ് അല്പം മാറ്റിയപ്പോൾ മുങ്ങി. നിന്റെ കണ്ണ് യേശുവിൻ്റെ അടുക്കൽ വിട്ടു മാറ്റിയാൽ മുങ്ങും. വചനമാണ്. ദോഷം വരും. യേശുവിനെ വിട്ട് മാറ്റിക്കളയരുതേ. മൂന്നാമത് സിലോഗോം ടവർ യേശുവിൻ്റെ കാലത്ത് വീണ് 18 ആടുകൾ മരിച്ചു. യേശു പറയുന്നു, മാനസാന്തരപ്പെടാഞ്ഞാൽ നീയും ഇങ്ങനെ തന്നെ നശിക്കും. ആമേൻ. മാനസാന്തരപ്പെടാഞ്ഞാൽ ദോഷം വരും. കർത്താവിൻ്റെ മുഖത്തുനിന്ന് കണ്ണിനെ മാറ്റിയാൽ ദോഷം വരും. വചനം കേൾക്കാഞ്ഞാൽ ദോഷം വരും.
യോഹന്നാൻ 5:14 38 ആണ്ട് കാലം ബെഥസ്ദയിൽ കിടന്നവന് സൗഖ്യമായതിനു ശേഷം ദേവാലയത്തിൽ വന്ന് കണ്ട യേശു ഒരു മുന്നറിയിപ്പ് നൽകുന്നു, ഇനി വലിയ ദോഷമൊന്നും ചെയ്യരുത് മകനെ. അപ്പൊ അവന് വന്ന രോഗം, അവന് വന്ന ദോഷം, പാപം ചെയ്യരുതേ, പാപം ചെയ്താൽ വലിയ ദോഷം വരും. യോഹന്നാൻ 5:14. അപ്പൊ അവന് വന്ന ദോഷം എന്നുള്ള രോഗം അവന്റെ പാപത്തിന്റെ ഫലമാണ്. പാപം ചെയ്താൽ, പാപത്തിൽ ജീവിച്ചാൽ രോഗം വരും. രോഗം എല്ലാവർക്കും വരും. എന്നും അത് സൂക്ഷിക്കണം കേട്ടോ, സൂക്ഷിക്കണം, നേരെ ആകണം. എന്നും രോഗമാണെങ്കിൽ സൂക്ഷിക്കണം. മനസ്സിലായോ? മാനസാന്തരപ്പെടാഞ്ഞാൽ ദോഷം വരും. രക്ഷിതാവിന്റെ മുഖത്തിൽ നിന്ന് കണ്ണിനെ മാറ്റിയാൽ ദോഷം വരും. വചനം ശ്രദ്ധിക്കുന്നതിൽ മടി, മുമ്പിൽ വന്നിരിക്കും നല്ലത്, പിന്നെ മൂന്നാമത്തെ റോയിൽ പോകും. പിന്നെ ഏതെങ്കിലും ഒരു വചനം ഇങ്ങനെ കൊടുത്ത് കയറും, പിന്നെ ബാക്കിൽ പോയിരിക്കും. കർത്താവ് വിടത്തില്ല, പേർ ചൊല്ലി വിളിക്കും. പിന്നെ അറിയുന്നത് അവൾ ചാടിപ്പോയി, അറിഞ്ഞില്ലയോ ബ്രദറെ? വചനം കൊരുത്തപ്പോ മുമ്പിൽ വരണം, പുറകിൽ പോകരുത്, നാശം. മനസ്സിലായോ? സദൃശവാക്യം 1:26 വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കും, നിരന്തരം കർത്താവിന്റെ കൃപ നിന്നെ പിന്തുടർന്ന് വന്നിട്ടും നീ ഒട്ടും ഗണ്യമാക്കാതിരുന്നാൽ ദോഷം വരും. വചനമൊക്കെ വീട്ടിൽ പോയി ഒന്നുകൂടെ വായിച്ചാൽ എനിക്ക് വെളിപ്പെട്ടതേക്കാൾ അധികം ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. അതിൽ വളരണം. പിന്നെ ആരെ ഭയപ്പെടണം? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുക. സഭാപ്രസംഗി 12-ാം അധ്യായം 13-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. സഭാപ്രസംഗി 12-ാം അധ്യായം 13-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, സർവത്തിൻ്റെയും സാരം കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ പ്രമാണം അനുഷ്ഠിക്കുക. അതാണ് എല്ലാത്തിൻ്റെയും സാരം. ദൈവത്തെ ഭയപ്പെടുക. ആരാണ് ദൈവം? അത് പറഞ്ഞില്ല എങ്കിൽ ദൈവം എന്നെ വിടത്തില്ല. ഇന്ന് പല്ലി വരെ ദൈവമായി. ഇന്നലെ ഒരുത്തന് ജയിലിൽ നിന്ന് മോചന, അവൻ ഒരു CM. ദാറ്റ് ജെന്റിൽമാൻ പ്രൊക്ലൈംസ്, മങ്കി ഈസ് മൈ ഗാഡ്. ഹനുമാനാണ് എൻ്റെ ദൈവം. എങ്ങനാകുമടോ? നീ മനുഷ്യൻ, ഒരു മൃഗം നിന്റെ ദൈവമാകുന്നത് എങ്ങനെ? ജീവജന്തുക്കൾ ഊറുന്നത്, പറക്കുന്നത് എല്ലാം ദൈവമായി കഴിഞ്ഞ് ആ ബൈബിളിൽ ചന്തമായി ചുരുക്കമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവം തന്നെ ദൈവം. കൈകളെ തട്ടി 100-ാം സങ്കീർത്തനം 3-ാം വചനത്തിലെ ആവർത്തനം 7:9 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഗാഡ് ഈസ് ഗാഡ്. God is God. Monkey or snake or any crawling material cannot be your God. God is God. ദൈവം തന്നെ ദൈവം. പുറപ്പാട് 3:14 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാകുന്നു. ആമേൻ, ആമേൻ. ദൈവമേ, സങ്കീർത്തനം 86:10 നീ മാത്രം ദൈവം ആകുന്ന ദൈവം, നീ മാത്രം ദൈവമാകുന്ന. ആവർത്തനം 6:4 അവൻ ഏകൻ, 10-1. God is one. അവൻ
ധന്യനായ ഏകാധിപതി. തിമോത്തിയുസ് ലേഖനത്തിൽ, എബ്രായർ 1:3, ലൂക്കോസ് 1:37, ജെറേമ്യ 32:17-27, ഉൽപ്പത്തി 18:14 ധന്യനായ ഏകാധിപതി അവനാണ് ദൈവം. ആ ദൈവം ഒരു ശരീരരൂപത്തിൽ, കൊലോസ്യർ 2:9, ആ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ഒരു ശരീരരൂപത്തിൽ യേശു ക്രിസ്തു എന്നുള്ള ഒരു തച്ചനായി ഇറങ്ങി വന്ന് പ്രസ്താവിച്ച്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇനി സംശയമുണ്ടോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാൻ 10:30, യോഹന്നാൻ 1:18. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ ക്രിസ്തു അവനെ വെളിപ്പെടുത്തി. ആമേൻ, ആമേൻ. യേശുവാണ് പിതാവിൻ്റെ ഇമേജ്. കൊലോസ്യർ 1:15. തമിഴിൽ കുറച്ചുകൂടെ വ്യക്തത ഉണ്ട്. യേശു പിതാവിൻ തർസ്വരൂപം, എക്സാക്ട് ഫോം. അവനെ ഭയപ്പെടണം. പിതാവ് തന്നെയാണ് പുത്രൻ, അവനെ ഭയപ്പെടണം എന്ന് ഇപ്പോൾ മുതൽ. ഫിലിപ്പിയർ 2:10 ഒരു സംഭവം നടക്കും. സ്വർലോകത്തിലുള്ളോർ, ഭൂമിയിലുള്ളോർ, ഭൂമിക്ക് താഴെ അധോലോകത്തുള്ളോർ. സ്വർലോകത്തുള്ളോർ, ഭൂമിയിലുള്ളോർ, ഭൂമിക്ക് താഴെ അധോലോകത്തിലുള്ളോർ, സർവരും. ഇനിയിപ്പോൾ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് മുതൽ അന്ന് വരെ മനുഷ്യനായി ജനിച്ച സർവ ആളുകളും ഒരു നാൾ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യേശു തന്നെ കർത്താവ് എന്ന് അവരുടെ നാവ് ഏറ്റു പറയും. അപ്പം ഇവനെ ഭയപ്പെടണമോ വേണ്ടയോ? ഭയപ്പെടുക. പിതാവിൻ്റെ പ്രതിമയാം തത്സ്വരൂപമാം യേശുവിനെ ഭയപ്പെടുക. നമ്പർ 1. രണ്ടാമത്, യേശുവിൻ്റെ ആദ്യ വരവ്, ഇനി വരാൻ പോകുന്ന രണ്ടാം വരവ്. രണ്ടിലും പ്രത്യേക മിഷൻ. ആദ്യം വന്നത് പുൽക്കൂടിൽ ഇങ്ങനെ വിരൽ ചൂപ്പാൻ എന്നാണ് എൻ്റെ ചിന്ത. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവൻ വന്ന് ദൈവമാരെന്ന് എന്നുള്ള ജ്ഞാനം അവൻ നിനക്ക് തന്ന് കൈകളെ തട്ടി. 1 യോഹന്നാൻ 5:20 യേശു വന്ന് സത്യത്തെ അറിയുവാൻ, സത്യ ദൈവത്തെ അറിയുവാൻ എന്നുള്ള ജ്ഞാനം നിനക്ക് തന്ന്, അതിനായിട്ടാണ് വന്നത്. അല്ല ഡിസംബർ 25 മരപ്പാലം കെട്ടി ഇടുപ്പൊടിയാനല്ല. ബൈബിൾ ദൈവമാരെന്ന് എന്നുള്ള സത്യ ജ്ഞാനം നിനക്ക് തരുവാൻ അവൻ വന്ന്. 1. രണ്ടാമത് യോഹന്നാൻ 14:27 അവൻ വന്നത് എല്ലാരെയും രക്ഷിപ്പാൻ. അടുത്ത വചനം, അവൻ വരാൻ പോകുന്നത് എല്ലാരെയും ന്യായം വിധിപ്പാൻ. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അപ്പൊ ഭയപ്പെടണമോ വേണ്ടയോ? യോഹന്നാൻ 14:27 അന്ന് തച്ചന്റെ മകനായി വന്നത് ക്രൂസിൽ രക്തം ചൊരിഞ്ഞ് എല്ലാരെയും രക്ഷിപ്പാൻ. അടുത്ത വചനം യോഹന്നാൻ 14:28 അവൻ വരാൻ പോകുന്നത് വചനം പഠിപ്പിക്കുന്ന നിന്നെയും എന്നെയും സാവറ ആളുകളെയും ന്യായം വിധിപ്പാൻ. നീതി ഉള്ള ന്യായാധിപതി. അതുകൊണ്ട് ഇവനെ ഭയപ്പെടുക. അവൻ വന്നത് യോഹന്നാൻ 10:18
കർത്താവ് അരുളി ചെയ്യുന്ന എൻ്റെ ജീവന് കൊടുപ്പാൻ അധികാരമുണ്ട്, കൊടുത്ത ജീവനെ വീണ്ടും എടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. അപ്പൊ തൻ്റെ ജീവനിൽ മേൽ അധികാരമുണ്ട്. അതാണ് റോമ ഗവൺമെന്റ് പതിച്ച മുദ്ര. പൊട്ടിച്ചുകൊണ്ട് കൈക്കൂലി കൊടുത്ത് കള്ളം പറയുവാൻ കൽപ്പിച്ചിട്ടും അത് നടക്കാതെ ഇന്നും ലോകമും ബുദ്ധിമാനും വിശ്വസിക്കുന്നത് അവൻ മണ്ണിൽ മറഞ്ഞുപോയവനല്ല, അവൻ ഇനി വിണ്ണിൽ നിന്ന് വീണ്ടും വരുന്നവൻ. തൻ്റെ സ്വന്തം ജീവന്മേൽ അധികാരം ഉള്ളവനായി ആദ്യവരം. ഇനി വരുന്നതോ സകല മനുഷ്യരുടെ ജീവന്റെ മേൽ അധികാരം ഉണ്ട് എന്ന് സ്ഥാപിപ്പാൻ യോഹന്നാൻ 5:29 അവൻ വരുമ്പോൾ അവൻ്റെ ശബ്ദം കേട്ട് കല്ലറകൾ തിറക്കും, സർവരും ഉയർക്കും. ഇതിനായി അവൻ വരുന്നു. ആകയാൽ യേശുവിനെ ഭയപ്പെടുക. സഭാപ്രസംഗി 8:12 ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് നിശ്ചയമായി ഞാൻ അറിയുന്നു. നാളെ ദിവസത്തെക്കുറിച്ച് ഭയപ്പെടരുത്. നീ ചെറിയവനായിപ്പോയെന്ന് ഭയപ്പെടരുത്. മനുഷ്യനെ ഭയപ്പെടരുത്, മരണത്തെ ഭയപ്പെടരുത്, ദോഷത്തെ ഭയപ്പെടരുത്. ദൈവത്തെ ഭയപ്പെടുക, നിനക്ക് നന്മ വരും. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.